നിക്ക. ഇനി എന്താ അമ്മ ആലോചിക്കാനുള്ളത്? വാ. വാ, ഇവിടെങ്ങും ആരുമില്ല. അവരെ ഗേറ്റിനപ്പുറത്ത് റോഡിൽ കാത്തു നിൽക്കുക, കാറില്. ഇനി എന്തിനാ പേടിക്കണേ? ഇനി ആര് കാണാനാ? വാ. ഒളിച്ചോട്ടം അല്ലേ? കാമുകന്റെ കൂടെ അസലായി. നീ ഇത് തന്നെ ചെയ്യണം. ഞാൻ വിലക്ക് വാങ്ങിയ അടിമയാണെന്നും പറഞ്ഞ നീ എനിക്ക് ദാമ്പത്യബന്ധം നിഷേധിച്ചു. അത് നിന്റെ ആത്മാഭിമാനം. ആഡംബരങ്ങളുടെയും സുഖസൗകര്യങ്ങളുടെയും മുന്നിൽ കീഴടങ്ങാതെ നീ പിടിച്ചു നിന്നു. അത് നിന്റെ സ്ഥൈര്യം. കല്യാണം കഴിഞ്ഞിട്ടും കഴിഞ്ഞകാല ബന്ധം നീ കെടാവിളക്ക് പോലെ മനസ്സിൽ സൂക്ഷിച്ചു. അത് നിന്റെ ഇച്ഛാശക്തി. എല്ലാം നന്നായിരുന്നു. റെസ്പെക്റ്റോടെയാണ് ഞാനതെല്ലാം കണ്ടത്. പക്ഷേ ഈ ഒളിച്ചോടുണ്ടല്ലോ, ഇതൊരു നാണം കെട്ട ഏർപ്പാടായിപ്പോയി. സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ ഇന്നലെ കണ്ട കാമുകന്റെ കൂടെ രായ്ക്ക് രാമാനം നാടുവിടുന്നത് പോലെ നിനക്കെന്നോട് നേരിട്ട് പറയായിരുന്നു, മിസ്റ്റർ തമ്പി, ഇനി നിങ്ങളുടെ അടിമയായി ജീവിക്കാൻ എന്നെ കിട്ടില്ല. എന്നെ സ്നേഹിച്ച പുരുഷന്റെ കൂടെ, ഞാൻ ആഗ്രഹിച്ച പുരുഷന്റെ കൂടെ ഞാൻ ഇറങ്ങിപ്പോകുന്നു. നിങ്ങൾക്ക് തടയാമെങ്കിൽ തടഞ്ഞോ. എങ്കിൽ നിന്റെ ധൈര്യത്തെ, സ്ത്രീത്വത്തെ, നിന്റെ അഭിമാനത്തെ ഞാൻ പ്രശംസിച്ചാനേ. ഇത് വെറും തറവേലയായിപ്പോയി. ഞാനൊരു 1000 വട്ടം നിങ്ങളോട് അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ അടിമയായി പോയതുകൊണ്ട് അത് ഉറക്കെ പറയാൻ എനിക്ക് ശബ്ദം കിട്ടിയില്ല. എങ്കിലും നിങ്ങളത് പലവട്ടം കേട്ടു കഴിഞ്ഞു എന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഞാൻ മൗനമായി പറഞ്ഞ വാക്കുകൾ നിങ്ങളിപ്പോ ഏറ്റു പറഞ്ഞല്ലോ. ഏതായാലും നനഞ്ഞിറങ്ങിയില്ലേ, തിരിച്ചു കയറണ്ട, പോയിക്കോ. ഞാൻ തടയുന്നില്ല. തടഞ്ഞാലും ഞാൻ പോവും, അല്ലെങ്കിൽ കൊല്ലണം. നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങളുടെ പഴയ ഭാര്യമാരെയും വെപ്പാട്ടിമാരെയും അവർക്ക് പിറന്ന മക്കളെയും ശുശ്രൂഷിച്ചുകൊണ്ട് ഞാനിവിടെ തടവുകാരിയെ പോലെ മരണം വരെ കഴിയുമെന്നോ? പോവാൻ തന്നെയാ ഞാൻ ഇറങ്ങിയത്. നിൽക്ക്, നിൽക്ക്. ഇതുകൂടി കൊണ്ടുപോയിക്കോ. ഇത് നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിയ വസ്ത്രങ്ങൾ.
ഇത് നിനക്കായിട്ട് വാങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ. ഇതിൽ 50 ലക്ഷം രൂപയുടെ DD ഉണ്ട്. നിനക്ക് അക്കൗണ്ടുള്ള ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും മാറ്റിയെടുക്കാം. നരേന്ദ്രൻ തമ്പിയുടെ ഭാര്യ ഏത് തെണ്ടിയുടെ കൂടെ പോയാലും കഷ്ടപ്പെടാൻ പാടില്ല. അതെനിക്ക് നിർബന്ധ. കൊണ്ടുപോയിക്കോ. രണ്ട് വാക്കുകൂടി എനിക്ക് പറയാനുണ്ട്. പഴയ ഭാര്യ വെപ്പാട്ടി എന്നൊക്കെ പറഞ്ഞ് നീ അധിക്ഷേപിച്ചല്ലോ. കൽപ്പന എന്റെ ഭാര്യയോ കാമുകിയോ വെപ്പാട്ടിയോ ആയിരുന്നിട്ടില്ല, ആവുകയില്ല. പിന്നെ ശീതൾ, അവളെന്റെ മകളുമല്ല. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ഈ രണ്ട് സത്യങ്ങളെങ്കിലും നീ അറിഞ്ഞിരിക്കണം. ഇനി പോയിക്കോ. എന്താടി അവളെ ചതിച്ചു? അവള് പോയില്ലമ്മേ. തേടി പെട്ടി തൂക്കി തിരിച്ചു കയറി വരുന്നു. അതിലും അടച്ചു. അവള് പോയാലും ഇല്ലെങ്കിലും ഇനി നമ്മുടെ കാര്യം പോക്കല്ലേ. മടക്കി കൊണ്ടുചെന്ന് കാലം അടച്ചു എന്ന് പറഞ്ഞ പോലെ ആയല്ലോ. നരേന്ദ്രൻ ജയനും ദേവനെയും കണ്ടു കാണുമോടി? പിന്നെ കാണാതെ. ഈശ്വര, ഇനി അവന്റെ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കേണ്ടി വരുമല്ലോ. അത് മാത്രമാണെങ്കിൽ സാരമില്ലായിരുന്നു. മിക്കവാറും നാളെ തന്നെ പൊടിയും തട്ടി ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും. അറം പറ്റുന്ന വർത്താനൊന്നും പറയാതിരി. അവളെത്തിയെ കേറിപ്പോയോ? പടി കേറണോ വേണ്ടിയൊന്ന് സംശയിച്ച് നിൽക്കുവോ? നാശം പിടിച്ച ജന്തു നമ്മളെയും കൂടെ കുടുക്കിലാക്കിയല്ലോ. ഇനി അവള് കേറി ചെന്നാ അങ്കിളാട്ടി പുറത്താക്കത്തല്ലേ ഉള്ളൂ. ആണത്തുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടത്. വല്ലവന്റെയും കൂടെ രാത്രി ചാടിപ്പോയ പെണ്ണ് കള്ളക്കളി പിടിച്ചെന്ന് കണ്ടപ്പോ തിരിച്ചു ചെന്നാ ആണുങ്ങൾ ആരെങ്കിലും സ്വീകരിക്കോ? എന്തെങ്കിലുമൊക്കെ നടക്കും അല്ലേ അമ്മേ? ദേ, അവൾ എന്താ ചെയ്യാൻ പോകുന്നെന്ന് നീ ചെന്ന് നോക്ക്.
അമ്മോ, അമ്മോ, നീ പോയില്ലേ? ഞാൻ കരുതി നീ പോയി കാണുമെന്ന്. വേണ്ടതെല്ലാം നിനക്ക് ഞാൻ തന്നതല്ലേ? നിന്റെ സ്വർണം, പണം, വസ്ത്രം എല്ലാം. ഏതാണ്ട് 1 വർഷക്കാലം നീ എന്റെ ഭാര്യയായിട്ട് അഭിനയിച്ചില്ലേ? അതിന്റെ പ്രതിഫലമായിട്ടൊരു തുക. നീ എന്താ പോകാതെ? നിനക്ക് ഇനി എന്താ വേണ്ടേ? എന്നെ ഒന്ന് കൊന്നു തരൂ. എല്ലായിടത്തും നിങ്ങൾ എന്നെ തോൽപ്പിച്ചു. എല്ലായിടത്തും തോൽക്കുന്നവളായിട്ട് ഇനി എനിക്ക് ജീവിക്കണ്ട. എന്നെ കൊന്നുകളഞ്ഞേക്ക്. ഇല്ലെങ്കിൽ എനിക്കിത്തിരി വിഷം വാങ്ങിച്ചതാ. ഞാൻ സന്തോഷത്തോടെ കഴിച്ചോളാം. വാ, ഞാനല്ലേ വിളിക്കുന്നേ? വാ. നിന്നെ കൊല്ലണോ വളർത്തണോന്ന് ഞാൻ തീരുമാനിക്കും. വാ. എല്ലാം തൊലഞ്ഞു ജയേട്ടാ. കൃത്യസമയത്ത് അയാൾ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞു? ഇനി ആരെങ്കിലും ഒറ്റിയതാണോ ദേവ? നമ്മൾ 4 പേരൊഴികെ മറ്റാർക്കും ഒരു സൂചന പോലും കിട്ടിയില്ല. പിന്നെ ആരാ? അമ്മുവും അർജുനും അങ്ങനെ ചെയ്യൂ. അർജുന് നമ്മളോട് വൈരാഗ്യമുണ്ട്. അമ്മുവിനെ നമ്മൾ കുറച്ച് ദ്രോഹിക്കാനും ബ്ലാക്ക് മെയിൽ ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടില്ലേ? അതുകൊണ്ടെന്താ അവസാനം നമ്മൾ അവരെ സഹായിക്കാനല്ലേ നോക്കിയത്? നമ്മുടെ സഹായം സ്വീകരിച്ചതും ഒളിച്ചോടാൻ തീരുമാനിച്ചതും ഒക്കെ അവരുടെ നാടകമായിരുന്നെങ്കിലോ? എന്നിട്ടെല്ലാം അപ്പൊ തന്നെ അങ്കിളിനെ അറിയിക്കുക. അവർ രണ്ടുപേരും അങ്കിളിന്റെ ഗുഡ് ബുക്കിൽ സ്ഥാനം നേടും. നമ്മൾ പുറത്താവുകയും ചെയ്യും. അങ്ങനെ ആവാൻ ഒരു സാധ്യതയുമില്ല. ഞാൻ ഒരു സാധ്യത പറഞ്ഞേ ഉള്ളൂ. അമ്മുവിന്റെ പെരുമാറ്റത്തിൽ നിന്ന് അങ്കിളിന് എന്തെങ്കിലും സംശയം തോന്നിയതാണോന്നും അറിയില്ല. എന്തായാലും നമ്മളല്ലേ ഇപ്പൊ കുഴപ്പത്തിലായത്. ദേവാ, എല്ലാം തകർന്നല്ലോ ദേവാ. നമ്മൾ ഇതിന്റെ പിന്നിൽ നിന്ന് മക്കളിന് മനസ്സിലായിട്ടുണ്ട്. ഇനി കിട്ടുന്ന ശിക്ഷ അനുഭവിക്കാൻ തയ്യാറായിരുന്നാ മാത്രം മതി. ദേവ, നമ്മൾ എല്ലാവരും കൂടി ആലോചിച്ച് ഒരു പോംവഴി കണ്ടുപിടിക്കണം. അമ്മു കാല് പിടിച്ച് കരഞ്ഞിട്ട് ഒരു സഹായം ചെയ്തതാണെന്ന് പറയണം. അതൊന്നും അങ്കിളുടെ മുന്നിൽ വില പോവില്ല. നേരം വെളുക്കുമ്പോ സ്ഥലം വിടാൻ തയ്യാറായിരിക്കും. അതിലും കുറഞ്ഞ ശിക്ഷയൊന്നും പ്രതീക്ഷിക്കണ്ട. എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞ് തടി തപ്പാൻ നോക്കാം. ആട്ടെ, അങ്കിൾ അമ്മുവിന് എന്ത് ചെയ്തു? എന്തായാലും അവക്ക് വിധിക്കുന്ന ശിക്ഷയെക്കാളും കൂടുതലൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അവളുടെ കയ്യും പിടിച്ച് മുകളിലേക്ക് കൊണ്ടുപോകുന്ന കണ്ടു. തല്ലാനാണോ കൊല്ലാനാണോ എന്നൊക്കെ ആർക്കറിയാം. മുറിയുന്ന ശബ്ദം വല്ലതും കേട്ടോ? അടിയോ വഴക്കോ കരച്ചിലോ? ഒന്നും കേട്ടില്ല. അങ്കിളിനിട്ട് പണി കൊടുക്കാൻ പോയ നമുക്കാണല്ലോ ഒടുവിൽ പണി കിട്ടിയത്. ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയും കൂടി ആലോചിക്കതേവാ.
ജയേട്ടാ, ഞാൻ ഔട്ട് ഹൗസിന്റെ പിന്നില. ഇവിടെങ്ങും ആരുമില്ല, ഒന്നും കാണാനുമില്ല. സ്ഥലം വിട്ട ലക്ഷണമാ. ശരി, ഞാൻ അങ്ങോട്ട് വരാം. അർജുൻ പോയിന്ന് ഉറപ്പാണോ വിജി? അതേന്ന് ഞാൻ എല്ലായിടും നോക്കി. ഔട്ട് ഹൗസ് അടച്ചിട്ടിരിക്കുക, അതിനകത്ത് ആരുമില്ല. അയ്യോ, അപ്പൊ നമുക്ക് വേണ്ടി ഇനി സാക്ഷി പറയാൻ പോലും ആരുമില്ലെന്ന് സാരം. ഇനി അങ്കിളിന്റെ കാലിലോട്ട് വീഴാന്നല്ലാതെ വേറെ ഒരു രക്ഷയില്ല ചേട്ടാ. ഏയ്, അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല വിജി. ക്ഷമയും വിട്ടുവീഴ്ചയൊന്നും അങ്കിളിൽ നിന്നും പ്രതീക്ഷിക്കണ്ട. അമ്മു നിർബന്ധിച്ചിട്ടാണെന്ന് പറയാം. ആ, എങ്കിൽ എന്തുകൊണ്ട് അപ്പൊ തന്നെ ആ കാര്യം അങ്കിളിനെ അറിയിച്ചില്ല എന്ന് ചോദിക്കും. ഛേ, ഏത് നേരത്താണോ നമുക്ക് ഈ തല തിരിഞ്ഞ ബുദ്ധി തോന്നിയത്? ബുദ്ധിക്കൊന്നും ഒരു കുഴപ്പമില്ല. എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കുകയും ചെയ്തു. ഓഹ്, അവസാന നിമിഷം ഇതൊക്കെ ഇങ്ങനെ മാറി മറിയുന്ന ആര് വിചാരിച്ചു? നമ്മുടെ കണ്ടകശനി. ശനിദശ പഠിച്ചോണ്ടിരിക്കാതെ എന്തോ ചെയ്യുമെന്ന് ആലോചിക്ക് ജയേട്ടാ. ഇനി എന്തോന്ന് ചെയ്യാൻ, വരുന്നത് അങ്ങ് അനുഭവിക്കുക. ജയ, എടാ, ആകെ കുഴപ്പമായി. എന്താ അമ്മേ? നരേന്ദ്രൻ വിളിക്കുന്നു, എല്ലാരും കൂടി ഹാളിലേക്ക് ചെല്ലാൻ. വേറൊന്നും പറഞ്ഞില്ലേ? ഇല്ല, എല്ലാവരെയും വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. ജയേട്ടാ,